ഇപ്പൊ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ കേരളം യഥാർത്ഥത്തിൽ ഏറ്റവും ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ച ആളാണ് താങ്കൾ. ഒരുപാട് രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ ചുറ്റുമുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളും പോയിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിൽ മിക്കവാറും സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ കേരളം ഏറ്റവും എപ്പം പറയും കേരളം ഭയങ്കര സുന്ദരമാണെന്ന്, കേരളം ദൈവത്തിന്റെ നാട് എന്നാണല്ലോ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ടൂറിസം ഒരിക്കലും ഡെവലപ്പ് ചെയ്യാത്തത്? ടൂറിസം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ റോഡ് നന്നാവണം, കൊതുക് ഉണ്ടാവാൻ പാടില്ല, നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവരെല്ലാം ആഗ്രഹിക്കുന്ന തനതായ ഫുഡ്. യൂറോപ്യൻ ഫുഡ് കിട്ടാനാണെങ്കിൽ അവർ എന്തിനും ഇവിടെ വരേണ്ട കാര്യം. ഇവിടുത്തെ പുട്ടും കടലയും അപ്പവും സ്റ്റോവും ഇതൊക്കെ, അതായത് നമ്മുടെ പഴയകാല വീടുകൾ എന്ന് പറഞ്ഞാൽ പഴയ ഹെറിറ്റേജ് ഹോംസ്, അവിടെയാണ് അവർക്ക് ആഗ്രഹം. നമ്മുടെ നല്ല മീനും നമ്മുടെ കരിമീനോ അല്ലെങ്കിൽ ഇച്ചിരി കള്ള് ബിയറും അതൊക്കെ അവിടെയും കിട്ടും, സ്കോച്ച് കിട്ടും അവിടെ. അല്ല, ഇവിടെ ഫോറിൻ മദ്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നയം മാറ്റുന്നതെന്ന് പറയുന്നത്. മദ്യനയം മാറ്റുന്നത് തന്നെ ഫോറിൻ ഫുഡ് കൊടുക്കാനും അല്ല, പിന്നെ അവർക്ക് വിദേശ മദ്യം തേടിയല്ലല്ലോ അവരുടെ. ഒന്നാമത് കാര്യം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഓസ്ട്രേലിയൻസ് യൂറോപ്യൻസ് ഒന്നും ഒത്തിരി മദ്യം കഴിക്കില്ല. അത് മദ്യപാനികളാണ് മദ്യം കഴിക്കുള്ളൂ. അവരാകെ ഒരു ഷോട്ട് 30 ml അല്ലെങ്കിൽ 2 ഷോട്ടാണ്. അവരത് 1 മണിക്കൂർ കൊണ്ട് കഴിക്കുന്ന ആൾക്കാർ. അവർ ആഗ്രഹിക്കുന്ന ഇവിടുത്തെ നമ്മുടെ കലാസിദ്ധികളെയും പുതിയ അനുഭവത്തിലുള്ള, അതിൽ കുറെ പേര് ഡ്രഗ്സ് കഴിക്കുന്നവര്, പല കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് മരിച്ച അല്ലെങ്കിൽ അങ്ങനെ പല കോൺട്രവേഴ്സി റെയർ കേസസ്. പക്ഷെ ബാക്കിയുള്ളവർ വരുന്ന നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ കൾച്ചർ എന്താണ്, നമ്മുടെ ജീവിത ശൈലി, അനുഭവങ്ങളാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴ, ഇന്നലെ മിനിങ്ങാന്ന് മറ്റേ ഞാൻ പറഞ്ഞല്ലോ, ആലപ്പുഴ വഴിയാ സഞ്ചരിച്ചിട്ട് എൻ്റെ ദൈവമേ, ഞാൻ അന്നേരം വൈഫിനോട് പറയുകയും ചെയ്തു, ഇത് കിഴക്കിന്റെ വെനീസാണ്. വെനീസുകാർ വന്ന് തല്ലുന്നു. അവിടെ മുഴുവൻ എന്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ആലപ്പുഴ. പക്ഷെ മാലിന്യം കൊണ്ട് രക്ഷയില്ല, ദുർഗന്ധം കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു ഫോറിൻ അല്ലെ യൂറോപ്പിൽ എന്നുള്ള ആള് അല്ലെങ്കിൽ അമേരിക്ക എന്നുള്ള ഒരാൾ, അവനത് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഓസ്ട്രേലിയ എന്നുള്ള, അവർക്ക് വേണ്ടത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും മാലിന്യമില്ലാത്തതും കൊതുകില്ലാത്തതും ആയ ഒരു ടൂറിസത്തെ അവർ പ്രൊമോട്ട് ചെയ്യോ അന്നേ. എന്നാലും കേരളത്തിൽ ടൂറിസം ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നത് അല്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ടൂറിസം വികസനം കേരളത്തിൽ ഇതുവരെ സാധ്യമായിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവർക്ക് എന്ത് സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് അനേക രാജ്യത്തുള്ള ആൾക്കാരുണ്ട്. റോയൽ റീഹബ് റൈഡിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ ആഫ്രിക്കൻസ് ഉണ്ട്, യൂറോപ്യൻസ് ഉണ്ട്, ബ്രസീലിയൻസ് ഉണ്ട്, സൗത്ത് അമേരിക്കൻസ് ഉണ്ട്, അങ്ങനെ പല ന്യൂസിലാൻഡേഴ്സ് ഉണ്ട്, ഐലൻഡേഴ്സ് ഉണ്ട്. ഇവരിലെല്ലാവരും അവിടെ വന്ന റേപ്പ് ചെയ്യുമെന്ന് ചോദിക്കും. അതായത് ഇന്ത്യയിൽ വന്നാൽ റേപ്പ് ചെയ്യും, അവർക്ക് പേടിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാർത്തകൾ റേപ്പ് വാർത്തകളാണ്. ഇപ്പൊ തന്നെ പശ്ചിമ ബംഗാളില് റേപ്പ് കേസാണ് ഏറ്റവും കൂടുതൽ ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഡോക്ടറെ റേപ്പ് ചെയ്ത് കൊന്നു, അത് ജോലിക്കിടയിലാണ്. അത് ശരിക്കും പറഞ്ഞ ഇവിടെ അത് പൊളിറ്റൈസ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം പോലീസും ഗവൺമെന്റും 2 ദിശയിലാണ്. അതായത് ഇതെല്ലാം സ്വതന്ത്രമായ ഭരണമാണ്. രാഷ്ട്രീയക്കാർക്ക് ഓൺലി പോളിസീസ് ഉണ്ടാക്കാം, ലോ ഉണ്ടാക്കാം, പാർലമെന്റ് ലോ അല്ലെങ്കിൽ രാജ്യസഭ വാട്ടവർ. ബട്ട് പോലീസിന്റെ ജോലിയല്ലേ അത് കറക്റ്റായിട്ട് ചെയ്യണ്ടേ? അവർ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ്. അതെ, അവരാണ്. അല്ല, അവരെല്ലാം. അതിനുശേഷം ഈ കേസസ്, ഈ പ്രതി എങ്ങനെയാ, പിന്നെ ആ പ്രതിയെ പുറത്തിറങ്ങില്ല. ഇങ്ങനെ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രതി പിന്നെ ലോക്ക്ഡൌൺ, അവർ പുറത്തോട്ട് ഇറങ്ങില്ല, ബെയിലില്ല. വളരെ അതിൻ്റെ നിയമങ്ങളുടെ ഓരോ വശങ്ങളും പരിശോധിച്ച ശേഷം എനിക്ക് തോന്നുന്നു ഏതോ ജഡ്ജാണ് ആ ചാർജ് ഷീറ്റ് അദ്ദേഹത്തിന്റെ മുന്നിൽ, ഏറ്റവും ക്രിമിനൽ ജഡ്ജിന്റെ മുന്നിലാണ് ഈ പോലീസുകാർ ഇത് അവതരിപ്പിക്കേണ്ടതും. അതിന്റെ ഓരോ നൂലമാലകളും അതിന്റെ ആ തെളിവുകളാണെങ്കിൽ ജീവിതകാലം പുറത്തിറങ്ങില്ല. ഒരു 85-90 വയസ്സാകുമ്പോഴാണ് പുറത്തിറങ്ങുള്ളൂ. അതിവിടെ നടക്കും. എസ്പെഷ്യലി കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം. അതാണ് നമ്മുടെ അവിടുത്തെ സ്കൂളുകളും എഡ്യൂക്കേഷനും. എസംപ്ഷൻ കേസസ് ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവിടെയാണ് യൂണിവേഴ്സിറ്റി നമുക്കുള്ള ധൈര്യം. ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നു, എൻ്റെ കുട്ടികൾ സേഫാന്നുള്ള ഒരു ഓർമ്മ, ഒരു ബോധം, ഒരു ബാക്കിയൊക്കെ സംഭവിക്കാം, എന്തും സംഭവിക്കാം. ഞാനതല്ല പറയുന്നത്. ഇപ്പം ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ കഴിയും. നമ്മൾ പറഞ്ഞ സബ്ജക്റ്റിലേക്കാണ് വീണ്ടും തിരിച്ചു വരുന്നത്. അവിടെയാണ് നമ്മളെ ചോദ്യം, എന്തുകൊണ്ടാണ് നമുക്കത് പറ്റാത്തത്? ഇവിടുത്തെ അതായത് രാഷ്ട്രീയമാണ് അല്ലാത്തത്. ഞാൻ ഒരു വൈകുന്നേരം ചാനൽ സെർച്ച് ചെയ്ത് ഞാൻ കുറേ വാർത്തകൾ വായിക്കാറുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയക്കാർ വന്നിട്ട് കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, എല്ലാ പാർട്ടികളും എല്ലാം ഹെയ്റ്റ് അല്ലേ എന്ന് പറഞ്ഞ ജനങ്ങളിലേക്ക് എന്താ കൊടുക്കുന്നത്? എല്ലാം നെഗറ്റീവ്. അപ്പൊ നമ്മുടെ കുട്ടികളിലേക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത്? പോസിറ്റീവായിട്ട് ആരെങ്കിലും അവർ പലരും ദേഷ്യത്തോടെ സംസാരിക്കും, നീ മിണ്ടായിരിക്കടാ, അല്ലെങ്കിൽ നീ അവിടെ ഉണ്ടായിരിക്കും, ഞാൻ മിണ്ടും, നിന്റെ തന്തയോട് പറ, അങ്ങനെയുള്ള ആ രീതിയിലുള്ള ഹൈറ്റ്.
എന്ന ഈ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കുന്നത്? ഒരു ചാനൽ ചർച്ചയിൽ വന്നിട്ട് ചുമ്മാ ഹെയ്റ്റ് ചർച്ച ചെയ്യുകയാണ്. എന്നിട്ട് ഇതിന് കോമ്പറ്റീഷനാണ്, പല ചാനൽ തമ്മിൽ കോമ്പറ്റീഷനാണ്. പക്ഷെ അവിടെ ഒരു ചാനൽ ചർച്ചയിൽ അങ്ങനെ ഹെയ്റ്റ് സംസാരിക്കാൻ സമ്മതിക്കത്തില്ല അവർ. അതായത് കാര്യമായി നിങ്ങൾക്ക് വിമർശിക്കാം, ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു തെറ്റുമില്ല, അത് വസ്തുതാപരമായിരിക്കും, ക്രിയാത്മകപരമായിരിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ചാനൽ കാണില്ല. പിന്നെ റേറ്റ് പലരും കാണുന്നവരുണ്ടാവും. എന്റെ മക്കളെ ഒരു ഹെയ്റ്റിലേക്ക് ഞാൻ തള്ളിവിടാൻ ആഗ്രഹം. അല്ല, അത് ഞാൻ പറഞ്ഞു, സെക്കൻഡ് തലമുറയ്ക്ക് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളോടൊന്നും താല്പര്യമില്ല. ഈ അൺഹെൽത്തി ആയിട്ടുള്ള പൊളിറ്റിക്സിനോട് താല്പര്യമില്ല, കോമ്പറ്റീഷനോട് താല്പര്യമില്ല. അവരുടെ അംബീഷനൊക്കെ വേറെയാണ്. ഞാനൊരു കമ്മ്യൂണിറ്റിയെ കുറ്റപ്പെടുത്തി പറയല്ല. അതായത് ഏറ്റവും കൂടുതൽ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഓസ്ട്രേലിയയിൽ വന്നിരിക്കുന്നത് ഒന്ന് സുഡാനി എന്നുള്ള ആൾക്കാർ, പിന്നെ ലെബനേസ് എന്ന് അവർ ലെബനീസ് ഇടക്കാലത്ത് അവര് ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ വൈഫ് ഇടയ്ക്കിടയ്ക്ക് പറയും, അപ്പൊ എന്റെ മകൻ ഒരു ലെബനീസ്, ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അന്ന് വന്ന കല്യാണത്തിന് വന്ന് എന്റെ ലെബനീസോ അഫ്ഗാനിസ്ഥാനുള്ള ഒരു അവനവിടെ ജനിച്ചു വളർന്ന മൈസ. അപ്പൊ ഞാൻ വൈഫ് പറയും എൻ്റെ മകനോട് പറയടാ അത് ലെബനീസ് അല്ലേ, അഫ്ഗാനിസ്ഥാൻ അല്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ 3 കുട്ടികൾ പറയും മമ്മ പപ്പ യു ആർ റേസിസ്റ്റ്. അത് മനുഷ്യനാണ്, അതിനപ്പുറത്തേക്കുള്ള ചിന്തകൾ അവർക്കില്ല. എന്നോട് പറയും മമ്മി എന്തിനാ അങ്ങനെ സംസാരിക്കുന്നത്, യു ആർ റേസിസ്റ്റ്. നിങ്ങൾക്കത് പറയാനുള്ള റൈറ്റ് ഇല്ല, കാരണം ഏത് കണ്ടിലായിരിക്കും മനുഷ്യനാണ്. ആ ഒരു കൾച്ചർ, മാനവികത അവരിൽ അവരുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ്. പക്ഷെ അവർക്ക് എവിടെയാണ് ക്രിമിനൽ അല്ലെങ്കിൽ എവിടെയാണ് ഡ്രഗ് എന്ന് കണ്ടുപിടിക്കാനും അവർക്കറിയാം. അത് അവർ മാറ്റി നിർത്തുകയും ചെയ്യും. അങ്ങനെ എൻ്റെ ഒരു ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഫ്രണ്ട്, എൻ്റെ മകൻ്റെ ഫ്രണ്ടുണ്ട്, അദ്ദേഹം അല്പം ഡ്രഗ്സ് ഉപയോഗിക്കുന്നതാണ്. അവരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ല, അത് അവന് മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അവൻ ഇത് മാറി നിൽക്കുന്നു. ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ യൂറോപ്യൻ അല്ല, നമ്മുടെ ഇംഗ്ലണ്ട്, അയർലൻഡ്, പിന്നെ യൂറോപ്പിൽ നിന്ന് വന്നിരിക്കുന്ന ക്രിമിനൽസ് വന്നിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകളൊക്കെ വന്ന സ്ഥലങ്ങളാണ്. അപ്പം ഇതിനൊക്കെ എങ്ങനെയാണ് അവിടുത്തെ സർക്കാർ പ്രതിരോധിക്കുന്നത്? ആ 200 വർഷം ഓസ്ട്രേലിയ ഹിസ്റ്ററി എന്ന് പറഞ്ഞ 200 വർഷം. അല്ല, അതിന് ഇന്ത്യന്റെ പോലെ തന്നെ ഒരു കോളനി ആയിരുന്നല്ലോ, അത് ബ്രിട്ടീഷ് കോളനി ആയിരുന്നല്ലോ നമുക്ക്. പക്ഷേ നമുക്ക് സിവിലൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ വർഷങ്ങൾ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഉണ്ട്, പാരമ്പര്യമുണ്ട്. പക്ഷെ അവർക്ക് 200 വർഷമല്ല. അതിന് മുമ്പ് ആബ്രജോണിക്കലായിരുന്നു. ആബ്രജോണിക്കലിന്റെ ഏകദേശം 60% ആബ്രജോണിക്കിനെ കൊന്നൊടുക്കിയതിന് ശേഷം വംശഹത്യ നടത്തി. അതിന്റെ ജയിലുകളൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഹോബാർട്ടിലെ ജയിലുകൾ ഇവിടെ ഇടുന്ന പിന്നെ കോർക്ക്, അതായത് അയർലൻഡിൽ നിന്നുള്ള ക്രിമിനൽസ്, ഇംഗ്ലണ്ടിൽ നിന്നുള്ള ക്രിമിനൽസ്, അല്ലെങ്കിൽ ആ യൂറോപ്യൻ രാജ്യങ്ങളുള്ള ക്രിമിനൽസിനെയാണ് നാട് കടത്തിയിരുന്നത്. പക്ഷെ അന്ന് ഒരു ഗോൾഡൻ ഇറ എന്നറിയപ്പെടും. അതായത് ഗോൾഡിന്റെ മൈനിങ്ങോടും പിന്നെ കൽക്കരി, അങ്ങനെ അവര് സമ്പൽ സമൃദ്ധിയിലേക്ക് ആയപ്പോൾ അവർക്ക് ആ സിസ്റ്റം മനസ്സിലായി, ഇത് നടക്കില്ല. അവർ മാറിയതിനു ശേഷം എല്ലാവർക്കും തുല്യത എന്നുള്ള ഒരു ചിന്തയിലേക്ക് അവർ വരികയും അത് സ്ത്രീകൾക്ക് വോട്ടവകാശം, എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്ക് വോട്ടവകാശം കൊണ്ട് ആദ്യത്തെ ഒരു കൺട്രി, എത്രയും നമുക്ക് ഞാനത് നോക്കിയാലേ പറയാൻ കഴിയുള്ളൂ, വോട്ടവകാശം കൊടുത്തൊരു കൺട്രിയാണ്. അപ്പം അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഒരു കാര്യത്തിന് നമ്മൾ പോകണ്ട. ഇപ്പം നിങ്ങളൊരു മൈഗ്രേഷൻ ഓഫീസുകൾ തന്നെ ഇല്ല, എല്ലാം ഓൺലൈനിൽ നടക്കും. ഇനി അത് ഓൺലൈനിൽ നടത്താൻ പറ്റില്ലെങ്കിൽ ഓഫീസുകളുണ്ട്. ആ ഓഫീസിൽ ചെന്നിട്ട് ഒരു പ്രായമായ സ്ത്രീ പറയണം എനിക്ക് ഈ ആവശ്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവർ തന്നെ അവർ ഫ്രണ്ടിൽ ഡെസ്കിൽ ഒരു മാനേജർ ഇപ്പോൾ ഉണ്ടാവും, അവരിന്നെ ഡയറക്റ്റ് ചെയ്തിട്ട് അവരവിടെ കാര്യങ്ങൾ പറയുകയാണ്. ആ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് മാനേജർ സോൾവ് ചെയ്യും. അപ്പോൾ ഓരോ അവിടെ അന്ന് നടക്കുന്ന സംഭവങ്ങൾ അന്ന് തന്നെ തീർന്നിരിക്കണം. അതായത് 99%. അല്ലെങ്കിൽ ലോ ചിലപ്പോൾ എല്ലാ കാര്യത്തിലും ലോ അനുവദിക്കണം നിർബന്ധമില്ല, അത് കൃത്യമായിട്ട് അവർ ചെയ്തിരിക്കും. അതാണ് അവരുടെ ഓഫീസുകൾ. അപ്പം അങ്ങനെയുള്ള ഒരു നാട്ടിൽ നിന്ന് നമ്മുടെ കുട്ടികൾ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ല, കുട്ടികൾ യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കുന്നത് അവരുടെ ഭരണാധികാരികൾ ഏറ്റവും നല്ലതായിരിക്കണം, അവർക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടണം. അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറല്ല. അപ്പൊ അവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ള യഥാർത്ഥത്തിൽ അല്ല. നമ്മൾ ഇവിടുന്ന് ഇപ്പം നമുക്കറിയാം, ഇപ്പൊ ക്രിസ്ത്യൻ സഭകളൊക്കെ ഇപ്പം ഇവിടുന്ന് കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അവിടെ സെറ്റിൽ ചെയ്യുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ്. കാരണം ഇവിടെ കുറച്ച് കഴിയുമ്പോൾ 10 വർഷം കഴിയുമ്പോഴേക്ക് പല പള്ളികളിൽ ആളില്ലാതാവും, ഈ കൂട്ടത്തോടെ മൈഗ്രേഷൻ നടക്കുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പൊ ഇതിനെ തടയാൻ വേണ്ടി നടക്കുമ്പോഴും ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നില്ല.
ഒരേ സമയത്ത് തന്നെ സഭാ തർക്കവും മറ്റു പല തർക്കങ്ങളും ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് സഭകള് കുട്ടികൾ ഇവിടുന്ന് അല്ലെങ്കിൽ ഈ യൂത്ത് മൊത്തം വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിനെതിരെ സംസാരിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ ഭയങ്കരമായ ഒരു നിങ്ങൾ സംസാരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ്, അതായത് പിൻ ടു പിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഓരോ കാര്യങ്ങളും. ഐ എം അപ്രിഷ്യേറ്റീവ്. ഞാനൊരു ഓർത്തഡോക്സാണ്. അതായത് ബേസിക്കലി ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും ആയത് അങ്ങനെയാണല്ലോ നമ്മളെല്ലാം ആയത്. നമുക്ക് വേറെ പ്രത്യേകിച്ചിട്ട് അജണ്ടകളൊന്നും എനിക്ക് അജണ്ടകളില്ല. ഞാനൊരു മുളന്തുരുത്തി പള്ളി ഇടവക്കാരനോടെയാണ്. അപ്പൊ ഞങ്ങൾ അവിടെ വലിയ ബഹളം നടക്കുന്ന ഒരു പള്ളിയാണ്. ഇപ്പം ഓർത്തഡോക്സുകാരെയാണ്. ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ ശക്തമായി സ്ഥലമാണ്. ഞാൻ 4ാമത്തെ ബ്ലോക്കാണ് എൻ്റെ വീട്. എനിക്കത് പറയാൻ കഴിയുമെന്ന് അറിയില്ല, നാളെ അത് എന്നെ വിമർശിക്കും. പക്ഷെ അവിടെയും നടക്കുന്നത് 2 സഭകൾ നമ്മളെ ഹെയ്റ്റാണ്, കുറ്റപ്പെടുത്തലാണ്. അത് എൻ്റെ പോസിറ്റീവ്സ് കാണാതെ എൻ്റെ മക്കൾ അതിന് താല്പര്യമില്ല. ഞാൻ ചിലപ്പോൾ സഹിച്ചെന്ന് വരും. അപ്പൊ ഈ സഭാ നേതാക്കന്മാരെക്കായാലും, അത് എൻ്റെ ഭാര്യ കാത്തലിക് സഭ എന്നുള്ള ആളാണ്. അപ്പൊ വൈഫിന് എവിടെ വേണേലും പോവാം. എൻ്റെ ഭാര്യയ്ക്ക് ഇന്നലെ കല്ലൂർപ്പള്ളിയിൽ പോയിരുന്നു. അപ്പം എനിക്ക് എവിടെ വേണേലും പോവാം, പരിമലപ്പള്ളിയിൽ പോവാം. അതിലെന്താ കുഴപ്പം? പക്ഷേ ഈ ഹെയ്റ്റ് എന്നുള്ളത് ഹൃദയത്തിലേക്ക് തള്ളി വെക്കുകയും അടുത്ത തലമുറയെ വീണ്ടും ഹെയ്റ്റിലേക്ക് കൊണ്ടുവിടുന്ന ശത്രുക്കളാക്കി മാറ്റുന്ന രാഷ്ട്രീയ മത സാഹചര്യമാണ് ഇവിടെയുള്ള. അപ്പൊ ഇനി ബിഷപ്പ് എന്ത് പറഞ്ഞാലും നമ്മുടെ പുതിയ ജനം കേൾക്കത്തില്ല. നമ്മുടെ നല്ല കുട്ടികൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് 58 വയസ്സായി. എൻ്റെ കുട്ടികൾക്ക് 28 വയസ്സ്, എൻ്റെ മൂത്തയാൾക്ക് 27 വയസ്സ്. എന്നേക്കാൾ 56 വയസ്സ് ബുദ്ധിയുള്ള ആളാണ്. അദ്ദേഹത്തോട് എന്നിട്ട് ഈ ട്രോമറ്റൈസ് ചെയ്യുക. സാറിന് നമ്മുടെ പള്ളികളിൽ നടക്കുന്ന ട്രോമറ്റൈസ് ചെയ്യുകയാണ്. നിങ്ങൾ അത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സംഭവിക്കുന്നു പറഞ്ഞത് ഭാഷകളുടെ കൂടെ അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ കൂടെ. അത് ഒത്തിരി നല്ല സഭ മേലധ്യക്ഷന്മാരുണ്ട്. എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കാൻ ഞാൻ ആളല്ല, എല്ലാ സ്ഥലത്തും ഈ ബാലൻസിങ് ഉണ്ട്. അപ്പൊ എൻ്റെ മക്കളോട് അത് പറഞ്ഞാൽ അവര്, ഫോർ ഉദാഹരണത്തിന് എൻ്റെ മോൻ ഒരു പള്ളിയിൽ പോയപ്പോൾ അവരെല്ലാ ഞായറാഴ്ചകളിലും, ഓർത്തഡോക്സ് പള്ളിയാണ്, ഞായറാഴ്ചകളിലും ഈ ചെന്ന് ഇവിടെ കേൾക്കുന്ന അതേ കാര്യം, നിങ്ങൾ 50 രൂപ വേണം അല്ലെങ്കിൽ $50 വേണം ഇന്ന കാര്യത്തിൽ പിരിവ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷെ സഭയ്ക്ക് ചിലപ്പോൾ അത് ആവശ്യം ഉണ്ടാവുമായിരിക്കും. അവരുടെ ഡെയിലി നീഡ്സ് അല്ലെങ്കിൽ ഡെയിലി എക്സ്പെൻസ് നടന്നു പോകാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ ദിവസവും ഇത് പറയുമ്പോൾ എൻ്റെ മകൻ പറഞ്ഞു, ഞാൻ ആ ഭാഷ ഇവിടെ ഉപയോഗിക്കുന്നില്ല, ആ ഭാഷയിലേക്ക് ഞാൻ പോകുന്നില്ല. കാത്തലിക് പള്ളി ഇതേ കാത്തലിക് പള്ളിയിൽ ഞാനും വൈഫും വെള്ളിയാഴ്ച പോകാറുണ്ട്. ഒരു പൈസയുടെ വിഷയമേ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തരാം, പക്ഷെ ഞാൻ തരാതിരിക്കും. പക്ഷെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ഓസ്ട്രേലിയൻസ് ഒരു കവർ അവരുടെ കയ്യിൽ ആ പെട്ടി കൊണ്ടിട്ടുണ്ടാവും, ഒരു കവറിൽ. നേരത്തെ ഇപ്പൊ പള്ളികളും സഭകളൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഒരുപാട് ഉണ്ടാക്കിയതും അവരുടെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് കേരളത്തിലെ ഒരു വലിയ ഇതിൽ കുതിച്ചുകാട്ടുണ്ടായത്. കാണാതെ പോയി. പക്ഷെ ഒരു ഘട്ടത്തിലാണ് അവിടെ എവിടെയോ വെച്ചത് ഇത് സ്റ്റക്ക് ആകുന്നത്. ആരിതുണ്ടാക്കി? എഡ്യൂക്കേഷൻ സിസ്റ്റം ആരുണ്ടാക്കിയ? നമ്മുടെ സഭാവിശ്വാസികൾ മുട്ടയും ആടും പാലും തേങ്ങയും ചക്കയും കപ്പയും കൊടുത്തിട്ടല്ല ഇതെല്ലാം ഉണ്ടാക്കിയത്. പിന്നെ ഇപ്പൊ നല്ല ടീച്ചേഴ്സിനെ കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം കോമ്പറ്റീഷൻ ആണല്ലോ. ഇത് കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ടു. അതെ, അവിടെയാണ് വിഷയം. അത് വിഷയം എന്ന് പറഞ്ഞാൽ പൈസ വേണം. അപ്പൊ പിന്നെ ഞാൻ ഒരു ഉദാഹരണം പറയാം. എൻ്റെ വൈഫ് പഠിച്ചത് ലൂർദ് ഹോസ്പിറ്റലാണ്. നഴ്സിംഗ് പഠിപ്പിച്ചു. $1 രൂപ പോലും അവർ അന്ന് വാങ്ങിച്ചില്ല. എനിക്ക് 1982 കാലഘട്ടത്തിലാണ്. പക്ഷേ ലൂർദിൽ നിന്നും ലിസിയിൽ ഞാൻ വളരെ പിൻ പോയിന്റ് ആയിട്ട് പറയാം. ലൂർദിൽ നിന്നും ലിസിയിൽ നിന്നും അതുപോലുള്ള കാത്തലിക്കൽ ബേസ് ആയിട്ടുള്ള കന്യാസ്ത്രീകളുടെ പഠിച്ചവർ വേൾഡിൽ നമ്പർ 1 നേഴ്സസ് ആണ്. അംഗീകരിക്കും. അല്ല, യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തിൽ ആകമാനമുള്ള പല ഹോസ്പിറ്റലുകളുടെയും ഒരു 80% നഴ്സുമാരും കേരളത്തിൽ നിന്നാണ്. കേരളത്തിന്റെ സംഭാവനയാണ്. ആരോഗ്യരംഗത്ത് ഇത്രയേറെ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞ ഒരു സ്റ്റേറ്റ് ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല. അത് ശരിക്കും അപ്രീഷിയേറ്റ് തന്നെയാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഈ ക്രിസ്ത്യൻ സഭയൊക്കെയായി ലിങ്കീഡാണ്. അപ്പൊ ഇത്തരം സേവനങ്ങളെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും നമ്മൾ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. പക്ഷെ എവിടെയോ വെച്ചിട്ട് ഇതൊക്കെ കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് വിഷയം. അതൊരു സത്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അച്ഛന്മാരും ജീവിതശൈലൊക്കെ മാറിയില്ലേ? സന്യാസമല്ല. അപ്പൊ അച്ഛന്മാരും തിരുമേനി ബിഷപ്പുമാരും എല്ലാം ജീവിതശൈലി മാറിയിട്ട് ഇപ്പൊ എൻ്റെ ഒരു തിരുമേനി ഉപയോഗിക്കുന്ന കാറ് മെഴ്സിഡസ് ബെൻസ്. പണ്ടത്തെ തിരുമേനി വരെ ഉപയോഗിക്കുമായിരുന്നു. അന്ന് അതില്ലായിരുന്നുള്ളൊരു സത്യം. പക്ഷെ അതിന് ആവശ്യമില്ല. പക്ഷെ അവർക്ക് അതിലാണ് അവർ വരുന്നത്. അപ്പൊ അത് അങ്ങനെയോടെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഒരു ആഡംബരമായ ഒരു ജീവിതത്തിന്റെ കാലഘട്ടത്തിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത്. പണ്ട് നമുക്ക് കപ്പയും ചക്കയായിരുന്നെങ്കിൽ അന്ന് നമുക്ക് കാശില്ലായിരുന്നു.
അന്ന് വിശപ്പായിരുന്നു വരുന്നത്, ഇന്ന് കാശാണ്. അപ്പൊ അങ്ങനെ ഒരു കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടേണ്ട ഒരു ഭാഗമാണ്. ഇപ്പൊ നമുക്ക് ഇലക്ട്രിസിറ്റി എല്ലാ വീടുകളിലും ഉണ്ട്, അതിന് ഫീസ് അടയ്ക്കണം. മൊബൈൽ ഫോൺ ഉണ്ട്, അതിനടയ്ക്ക് ജീവിത ചെലവ് കൂടി. പിന്നെ എല്ലാം സുലഭമാണ് എല്ലാത്തിനും. നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ആദായം കൂടിയിട്ടുണ്ട്, നമ്മുടെ കൂടിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല വിദേശ പണം ഇഷ്ടം പോലെ നമ്മുടെ രാജ്യത്തേക്ക് ഇനി വരില്ല, അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി വരില്ല. കാരണം ഗൾഫ് രാജ്യങ്ങളിലേക്കല്ല നമ്മുടെ കുട്ടികൾ പോകുന്നത്, അവർ പോകുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്. ഇപ്പം എൻ്റെ വീട്ടിലെ ഞാനൊരു പറഞ്ഞ എൻ്റെ മൂത്ത പെങ്ങളുടെ 2 പേര് ഓസ്ട്രേലിയ, രണ്ടാമത്തെ കുട്ടി ഒരാൾ ഇംഗ്ലണ്ട്, കാനഡ, മൂന്നാമത്തത് ജർമ്മനി, നാലാമത്തെ ഓസ്ട്രേലിയ, ഒരാൾ ഇവിടെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, 5ാമത്തെ ഒരു കുട്ടി അവർ UK, 6ാമത്തെ ഒരാൾ ദുബായ്, ഒരാൾ UK, 7ാമത്തെ എൻ്റെ ബ്രദർ അതിൻ്റെ ഇടയ്ക്ക് അവരുടെ മകൾ ഓസ്ട്രേലിയ, മകൻ കാനഡ. എൻ്റെ 3 മക്കളും അവിടെ. ആരെവിടെ പൈസ അയക്കുന്ന ഈ പറയുന്നത്? ഇവിടെ ആവശ്യമില്ല. 10,000 റിസീവ് ചെയ്യാൻ ആളില്ല. ഈ ഒരു തലമുറയുടെ കഴിഞ്ഞാൽ ആ മുളന്തുരുത്തി സ്ട്രീറ്റ് വിജനമായി, അവിടെ ആരും ഉണ്ടാവില്ല. അതെന്നെ ഇല്ലാതെ പറയിപ്പിക്കുന്നുണ്ട്. അല്ല, യഥാർത്ഥത്തിൽ ഈ പല സ്ഥലങ്ങളിൽ ഇപ്പൊ നമുക്കറിയാം, പത്തനംതിട്ട ജില്ലയിലൊക്കെ നമ്മൾ പറയും സാധാരണ ഒരു വീട്ടിലെ പ്രായമായ അച്ഛനും അമ്മയും പിന്നെ ഒരു പട്ടിയും മാത്രമാണ് ഉള്ളത്. ഇവരുടെ ഒരു കാലം കൂടി കഴിയുന്നതോടുകൂടി അടച്ചിട്ട വീടുകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഇവിടെയുള്ള സർക്കാർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അവർ അഡ്രസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഈ കുട്ടികളോട് പോകണ്ടെന്ന് പറയാൻ പറ്റും. ഈ ഇടയ്ക്ക് എന്തോ ഒരു സബ്ജക്ട് വിഷയമുണ്ട്, ആരോ എന്തോ പറയുന്നത് കേട്ടായിരുന്നു. ഇവിടെ കേരളത്തിൽ നിന്ന് ചിലപ്പോൾ, പക്ഷെ ഒരു കാര്യം പറയാം, ബേസിക് എഡ്യൂക്കേഷൻ ഇവരാ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് പക്ഷെ അത് പണ്ടാണ്, ഇപ്പോഴത്തെ കാര്യം അതിലേക്കാണ് ഞാൻ വരുന്നത്. എനിക്കൊക്കെ ബേസിക് വിദ്യാഭ്യാസം നിന്ന് ഇവർ ഈ ഗവൺമെന്റിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല, പച്ച മലയാളത്തിൽ പറഞ്ഞു. കാരണം അവരെന്നെ എനിക്കൊരു ഫ്യൂച്ചർ ഉണ്ടാക്കി തന്നു എന്നെനിക്ക് പറയുന്നതിൽ യാതൊരു മടിയുമില്ല. അന്നത്തെ കാലഘട്ടം അനുസരിച്ച് നമ്മുടെ മാഷ്മാരൊക്കെ വളരെ ബുദ്ധിയുള്ളവരും അധ്യാപകരായിരുന്നു. ഇപ്പൊ നമുക്ക് എന്നെ പറയുന്ന പെരുക്കപ്പെട്ടിയ ഇതൊക്കെ നമ്മൾ ഏത് ചോദിച്ചാലും, ഏത് കാണാപ്പാട്, ഏത് രാത്രിയിലും പറയും, എഞ്ചുവടി ഏത് രാത്രിയിലും പറയും. അവരുടെ അതാണ്. പക്ഷെ നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല. പിന്നെ എല്ലാം പഠിച്ചിരിക്കുന്ന കാത്തലിക് സ്കൂളിലെ പ്രൈവറ്റ് എയ്ഡ് സ്കൂളിൽ വരെ അവർ കാശ് വാങ്ങുന്നുണ്ട്. അപ്പൊ പ്രൈവറ്റ് എയ്ഡ് സ്കൂളിലെ ടീച്ചറിന് 50 ലക്ഷം രൂപ എന്ത് കമ്മിറ്റ്മെന്റ് കുട്ടികളോട് കൊടുക്കുന്നില്ല, ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നു. പക്ഷെ നമ്മൾ ഇവിടുത്തെ മാറിയൊരു സംഭവം, കഴിഞ്ഞ 25 വർഷമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് CBSE സ്കൂളുകളിലാണ്. അതെ, അതിൽ യഥാർത്ഥത്തിൽ സർക്കാരിന് റോളില്ല. നമ്മളിത് കാണാതെ പോരുത്. ഇല്ല. അപ്പൊ അത് രക്ഷിതാക്കളുടെ തന്നെ പണം ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഈ കുട്ടികളെ പഠിപ്പിച്ചത്. തീർച്ചയായിട്ടും. അത് ആ കുട്ടികൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇല്ല, ഈ സ്റ്റേറ്റിൽ നിന്ന് ഇപ്പൊ ഇവർ ഒരു ബാൻ കൊണ്ട് ഈ സ്റ്റേറ്റിൽ നിന്ന് കർണാടകയിൽ നിന്ന് പോയിക്കൂടെ? പോവാം. തമിഴ്നാട്ടിൽ നിന്ന് എവിടുന്ന് വേണമെങ്കിലും പോവാം. അപ്പൊ ഇങ്ങനെയുള്ള ബേസ്ലെസ് ആയിട്ട് അറിവില്ലാത്ത രാഷ്ട്രീയക്കാര് എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയക്കാരും മോശക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ബ്ലെയിം ചെയ്യും. പക്ഷെ അറിവില്ലാത്ത കുറെ പേര് വിദ്യാഭ്യാസ സ്ഥാനങ്ങളിലും ഇരിക്കുന്നിടത്തോളം കാലം ഈ സിസ്റ്റം ഇങ്ങനെ പോകും. അത് മാത്രമല്ല, അവർക്ക് പാർട്ടിയല്ലേ, എന്താ, ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി, ഏത് പാർട്ടിയാണ്, അവരല്ലേ അതിന്റെ മുകളിൽ അവർ പ്രഷറൈസ് ചെയ്യുന്നത്. ഈ സിസ്റ്റം മാറാൻ അവർ സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യും? രാഷ്ട്രീയക്കാരൻ എന്ത് ചെയ്യും? അയാൾക്ക് ഒത്തിരി ഐഡിയാസ് ഉണ്ടാവും. എന്ത് ചെയ്യും? ഇപ്പൊ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഇവിടെ യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ വളരെ ശക്തമായിരുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു യുവസമൂഹം ഇവിടെ ഇല്ല. അപ്പൊ താങ്കളൊക്കെ യഥാർത്ഥത്തിൽ ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് അപ്പുറത്തേക്ക് ബാലജന സഖ്യം പോലുള്ള സംഘടനകളിലൂടെയൊക്കെ കടന്നു വന്ന ഒരാളാണ്. അപ്പൊ ആ സമയത്തൊക്കെ യഥാർത്ഥത്തിൽ ഇതൊരു വലിയൊരു ഒരു വലിയ സംഭവമായിരുന്നു. സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സോഷ്യൽ മൂവ്മെന്റ് ഒക്കെ നിങ്ങൾ നടത്തിയിരുന്നു. ഇപ്പൊ അത്തരത്തിലുള്ള കുട്ടികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് കാരണമുണ്ട്. ഒന്ന് TV-യുടെ കടന്നുവരവ് അല്ലെങ്കിൽ മൊബൈലിന്റെ കടന്നുവരവ്, അതൊരു വിഷയമായിട്ട് അവിടെ നിൽക്കട്ടെ. അന്നത്തെ കാലത്ത് ഞങ്ങളുടെ ചർച്ചാ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ ഒരു ചർച്ചകൾ നടക്കും. ഓരോ കാലഘട്ടത്തിലും ചർച്ചകൾ നടന്നു. പിന്നെ ആർട്സ് ആൻഡ് സ്പോർട്സ്, അത് ക്ലബ്ബുകൾ ആർട്സ് ആൻഡ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ബാലൻസിക്കും വഴി നമുക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ, നിങ്ങൾ നോക്കിയേ, ഏറ്റവും കൂടുതൽ കലാകാരന്മാരുള്ള ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവർ, ആർട്ടിസ്റ്റ് ആയാലും എന്തായാലും എക്സ്ട്രാ കരിക്കുലർ എന്ന് പറയുന്ന ഒരു സംഭവം, അന്ന് അവരധികം വിദ്യാഭ്യാസം ഉള്ളവരല്ല, പക്ഷെ അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന വളരെ വരുന്നില്ല. നമ്മുടെ കുട്ടികൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നില്ല. പേരൻസ് സമ്മതിക്കോ? ഇല്ല. ഇന്നത്തെ പേരൻസ് അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ഈ അൺഹെൽത്തി കോമ്പറ്റീഷൻ. എഡ്യൂക്കേഷൻ രംഗത്ത് ഈ രക്ഷിതാക്കളുടെ ഇടയിൽ അത്തരത്തിലൊരു വല്ലാത്ത ഉത്കണ്ഠ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് സമ്മതിക്കാത്ത. അല്ല, ഈ പേരൻസ് സമ്മതിക്കാത്തതുകൊണ്ട് കുഴപ്പം എന്താ? അവർ ഡ്രഗ്സിന് അടിമയാവുന്നു. പലതിനും ഡ്രഗ്സ്, മദ്യം, അല്ലെങ്കിൽ കാരണം അവർക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല. സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് മാത്രമല്ല, അവരുടെ, ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾക്ക് ഒത്തിരി പണമുള്ളവരുണ്ടായിരുന്നു എൻ്റെ ആ കാലഘട്ടത്തിൽ. പാവപ്പെട്ടവരുണ്ടായിരുന്നു, മീഡിയം ക്ലാസ്സുകാരുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊക്കെ ഒരു കൂട്ടായ്മ ഇല്ല. അവരിൽ നീ കണ്ടുപിടിക്കാൻ ഒത്തിരി ഉണ്ട്. അവർ പല റേഞ്ചിലുള്ള ആൾക്കാരായതുകൊണ്ട് ചൂസ് ചെയ്യാൻ എനിക്ക്
അധികാരം അല്ലേ? പക്ഷെ അവരിൽ നിന്ന് ഒത്തിരി കാര്യം കണ്ടുപിടിക്കാനുണ്ട്. നിങ്ങൾക്കറിയോ, അതായത് നമ്മുടെ കൂടെ ഒത്തിരി ഈഴവ ഫ്രണ്ട്സ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഈഴവ ഫ്രണ്ട്സ് അല്ലെങ്കിൽ പട്ടികവർഗ എല്ലാ വിഭാഗം ഉണ്ട്. നിങ്ങൾക്കറിയാം, ഏറ്റവും എൻ്റെ അടുത്ത സ്നേഹിതനാണ് പവിത്രൻ അറിയാം. അവർക്കൊക്കെ ഇത്ര ടാലന്റഡ് ആണെന്നറിയോ? അതെന്തോരം നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഇന്ന് നാടൻ പാട്ടും കൈകൊട്ടിക്കളി, കോലുകളി, ഇതിലെല്ലാം അവരങ്ങ് കാൽപന്ത് കളി, പാടങ്ങള്, കറുപ്പ്, പാടശേഖരങ്ങളിൽ നിന്ന് കിട്ടുന്ന കറുപ്പൊക്കെ തിന്ന് വളർന്നിട്ടാണ് നമുക്കൊരു സ്വയമേ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അതില്ല. സ്വിമ്മിങ് അല്ല, നമ്മളിപ്പോ ഓരോ പ്രദേശത്തും ആ പ്രദേശത്തിൻ്റെതായ ചില കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രത്യേക പ്രദേശത്തിനായിട്ടൊരു കൾച്ചറൽ ആക്ടിവിറ്റീസ് എന്ന് പറയാനില്ല. കുട്ടികളൊക്കെ ഒരേപോലെ ആയി കഴിഞ്ഞു, ഒരേപോലെ സംസാരിക്കുന്നു, ഒരേപോലെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. തീർച്ചയായിട്ടും ഇത് നമ്മൾ അഡ്രസ് ചെയ്യുന്നുണ്ടോ? അഡ്രസ് ചെയ്യുന്നില്ല. അതിന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ അപ്പനും അമ്മയ്ക്കും ആകെ 2 മക്കളുമാണ്. അവർ ഈ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ അത് ശരിക്കും അവർ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ്, അതായത് ആ സമൂഹത്തിന്റെ കൂടെ ഇറങ്ങുമ്പോഴാണ് അവർക്ക് ഈ സമൂഹത്തിൽ നല്ലതും ചീത്തയും തെരഞ്ഞെടുക്കാൻ അതിന്റെ പേരൻസിന്റെ അഡ്വൈസ് ആകുമ്പോൾ, അതായത് അഡ്വൈസോടെ ആകുമ്പോഴത്തേനും അവർ നല്ല കുട്ടികളായി. വിദ്യാഭ്യാസം കൊണ്ട് ഒന്നും നേടാനില്ല. ഞാൻ പറയുന്നത് വിദ്യാഭ്യാസം കുറച്ചേ നേടാനുള്ളൂ, ബാക്കി നിത്യാഭ്യാസമാണ്. അതായത് ഒരു കുട്ടി വലുതാവുന്ന ഏത് തൊഴിലെടുത്ത് ജീവിക്കാനുള്ള സാഹചര്യം. പക്ഷെ ഇവിടെ അങ്ങനെ പേരൻസിനും ഇല്ല. ഇപ്പൊ എഞ്ചിനീയേഴ്സിന്റെ മക്കളെ എഞ്ചിനീയേഴ്സ് ആക്കണം, പട്ടാളക്കാരൻ്റെ മക്കളെ പട്ടാളക്കാരനാക്കണം, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ്റെ മകൻ പൊളിറ്റീഷ്യൻ ആവുന്നു. അപ്പൊ ആ ഒരു കൾച്ചറിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു മോചനം എനിക്കറിയില്ല കിട്ടുമില്ല. ഈ നമ്മളിപ്പോ ഓസ്ട്രേലിയനെ കുറിച്ചാണല്ലോ പറഞ്ഞോണ്ടത്. ഇപ്പൊ ഓസ്ട്രേലിയയുടെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അവരെല്ലാ കൾച്ചറിനും പ്രൊമോട്ട് ചെയ്യുന്നു. എൻ്റെ മക്കള് മലയാളം പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഐ മീൻ അവിടെ ഞങ്ങൾ ബാലകേരളി എന്നും പറഞ്ഞൊരു സംഭവം അവിടെ. അപ്പൊ അവിടെ എല്ലാം ഞാനും പോയി പഠിപ്പിക്കുമായിരുന്നു. അതിങ്ങനെ മലയാളി അസോസിയേഷൻ ആണോ? ഇല്ല, അത് ഒരു കൂട്ടായ്മ. അത് കണ്ണൂരുകാരാണ്. കണ്ണൂരുകാര് ഒരു 100-150 അവര് പ്രത്യേകം. എസ്പെഷ്യലി നമ്മൾ കണ്ണൂരിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും കണ്ണൂരുകാർ വളരെ ആക്റ്റീവ് ആണെന്നുള്ളതാണ്. അതായത് സോഷ്യൽ കമ്മിറ്റ്മെന്റിൽ അവരെ കഴിഞ്ഞിട്ട് ലോകത്ത് ആരും ഇല്ലാന്ന് തന്നെ പറയാം. അവിടെ ഒരു 100, അതിനകത്ത് ഞാനും പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ കുട്ടികൾ അവിടെ കൊണ്ടുപോകും. അവിടെ ക്രിക്കറ്റ് കളി, മലയാളം പഠിപ്പിക്കുക, എഞ്ചുപടി, അങ്ങനെയുള്ള കാര്യങ്ങൾ മലയാളത്തിൽ എല്ലാം അത് ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്നുണ്ട്. വിശ്വസിക്കാൻ കഴിയും. നമുക്കൊരു ചാനലുണ്ട് അവിടെ, റേഡിയോന് ഫണ്ട് ചെയ്യുന്നു. SBS ചാനൽ, മലയാളം ചാനൽ, തമിഴ് ചാനൽ, ഈ ഇന്ത്യയിലുള്ള എല്ലാ ചാനലും, എല്ലാ ഇതിനും അവർ ഫണ്ട് ചെയ്യുന്നു. അവർ ആ കൾച്ചറിനെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പല കൾച്ചർ. അതിനുശേഷം അവിടെ ഒരു ലിറ്റിൽ ഇന്ത്യ ഉണ്ട്. ഞാൻ താമസിക്കുന്ന അവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഹൈസ് പാർക്ക് ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്നു. പേര് വിട്ടിരിക്കുന്നതാണ് ലിറ്റിൽ ഇന്ത്യ. അപ്പൊ അവരുടെ ആ കൾച്ചർ, അതിപ്പോ എല്ലാ കൾച്ചറിനെയും അവർ അംഗീകരിക്കും. അത് പ്രത്യേകിച്ച് 300-200 കൺട്രിയിൽ നിന്ന് ആൾക്കാരാകുമ്പോൾ അതിനൊരു അത് നമ്മൾ കണ്ടുപിടിക്കും. സിംഗപ്പൂര് ഒരു ദിവസം ഈ കുട്ടികൾ പലതരത്തിലുള്ള ഡ്രസ്സല്ല, അവരുടെ കൾച്ചറുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണം. അത് അവർ പറയും, അതായത് ചൈനീസ് ആണ് ഇന്ത്യൻ ഇട്ടുകൊണ്ട് വരണം, ഇന്ത്യൻ ആണ് ചൈനീസ് ഇട്ടുകൊണ്ട് വരണം. അതിന്റെ ഉണ്ട്. സിംഗപ്പൂരുള്ളൊരു കാര്യമാണ്. ഒരു ദിവസം അതെന്താണെന്നറിയോ? ഇൻഡിഫറൻസ് ഉണ്ടായാൽ അവിടെ പ്രശ്നമാണ്. പീസ് ആൻഡ് പ്രോസ്പെറിറ്റിക്ക് ബുദ്ധിമുട്ട് വരും. ആ സ്കൂളിൽ അങ്ങനെയാണ്. നമ്മൾ എന്നാ ഇത് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഈ ബംഗാളികളുടെ മക്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഒരിക്കലും അംഗീകരിക്കില്ല. എന്തുകൊണ്ടില്ല? എന്തിനു വേണ്ട? നമ്മൾ തമിഴിനെ അംഗീകരിക്കില്ലല്ലോ. ഇല്ല. എന്തുകൊണ്ടില്ല? നമ്മൾ ഈ ബോർഡറിൽ നിന്ന് കർണാടകത്തിൽ പ്രവേശിക്കുമ്പോൾ അവരെ നമ്മൾ അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ടില്ല? നമ്മളെല്ലാം ഒന്നല്ലേ? എന്ന് തോന്നണ്ടേ? അത് നമുക്ക് തോന്നില്ല. അതാണ് ഈ ഇതൊരു ഒരു ദേശീയത എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് ഇന്ത്യ ഇപ്പോഴും എത്തിയിട്ടില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഒരു കൾച്ചറലി ഉള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് വലുതാണ്. എൻ്റെ മകൻ ഓസ്ട്രേലിയൻ ആർമിയിലാണ്. അപ്പൊ അദ്ദേഹം എന്തോരം കമ്മിറ്റഡ് ആണെന്നറിയോ? അവനിരിക്കുന്ന സ്പോട്ട് പോലും എനിക്കറിയില്ല. കാരണം അവൻ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലും ആ രാജ്യത്തിന്റെ താല്പര്യത്തിനെതിരാകുന്നുണ്ട്. എന്നോട് സംസാരിക്കാറുണ്ട്. പക്ഷെ അതുപോലും ഞാൻ നേവിയിലായതുകൊണ്ട് എനിക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കാറില്ല. പക്ഷെ അത്രയധികം ദേശീയതയുള്ള ഒരു രാജ്യമാണ് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഓസ്ട്രേലിയ യഥാർത്ഥത്തിൽ ഈ സാമ്പത്തികമായിട്ടും ഭയങ്കര ഉന്നതിയിലേക്ക് എത്തി. ഇത് ഒരുപാട് നീണ്ട ചരിത്രം ഓസ്ട്രേലിയക്ക് ഇല്ലാന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇവരിത് ഇത്രയും വലിയ രീതിയിലേക്ക്, അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ശക്തിയായിട്ട് ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാണ്? സോഷ്യൽ കമ്മിറ്റ്മെന്റ്, ഇൻഡിവിജ്വൽ കമ്മിറ്റ്മെന്റ്, ഓരോ വ്യക്തി വികാസവും. വ്യക്തിയിൽ നിന്നാണ് സമൂഹം ഉണ്ടാവുന്നത്, സമൂഹത്തിൽ നിന്നാണ് ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ടാവുന്നത്, ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഒരു സ്റ്റേറ്റ് ഉണ്ടാവുന്നത്. അവിടെ വരുന്ന ഫണ്ട് ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പം പാടില്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യും? ഏറ്റവും കൂടുതൽ ഡിസബിലിറ്റിക്ക് ഫണ്ട് ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? $8 ലക്ഷം ഒരു കുട്ടിക്ക് കൊടുക്കും. എന്നാൽ അവൻ്റെ ഡിസബിലിറ്റി അനുസരിച്ച് $8 ലക്ഷം 8 into 5 എന്നിട്ട് 40 lakhs. അല്ല, 1 ലക്ഷം 40 lakhs. 50 ലക്ഷം രൂപ ഒരു വർഷം
അവന്റെ ഫണ്ടിങ്ങിന് വേണ്ടി കൊടുക്കുവാണ്. ഇത് എവിടെ നിന്നുണ്ടാവുന്നു? പക്ഷെ അതിലൂടെ ഒരു എക്കണോമി വർക്ക് ചെയ്യുന്നു. 4 പേർക്ക് തൊഴിലായോ? ആ തൊഴില് 10 മറ്റേ സൂപ്പർ മാർക്കറ്റിൽ പോയോ? അവിടെ എല്ലാവരുടെയും ഫ്ലോ നടക്കുന്നു. 10 പേര് തൊഴിൽ നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ 100 പേർക്ക് ഡയറക്റ്റ് 10 പേർക്ക് കൊടുക്കുന്നു, ഇൻഡയറക്റ്റ് ആയിട്ട് 100 പേര് ജീവിക്കുന്നു. അതിനുശേഷം അതിൽ ടാക്സ് കളക്ട് ചെയ്യുന്നു. അപ്പൊ ഗവൺമെന്റിലേക്ക് ഈ ഫണ്ട് വീണ്ടും തിരികെ വരുന്നു. എല്ലാവരും ഹാപ്പി. പിന്നെ അവർക്ക് പൈസ ഇല്ലേ? ഇപ്പം നിങ്ങൾക്ക് വേറൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലഡിങ് ആണ്. ഇവിടെ ഒരു ഫ്ലഡിങ് നടന്നല്ലേ, അത് നമ്മുടെ ഇപ്പം ഇന്നലെ മിനിങ്ങാണ് വയനാട്ടിൽ ദുഃഖകരമുണ്ട്. പക്ഷെ അന്ന് ഗവൺമെന്റ് ഓരോ ഫാമിലിക്കും പിറ്റേ ദിവസം ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടാവും. ഇവിടെ ആണെങ്കിൽ സമരം ചെയ്യണം, മാസങ്ങൾ നീണ്ടു നിൽക്കണം. അതിന്റെ നെക്സ്റ്റ് ഡേ സെൻട്രലിങ് സോഷ്യൽ സെക്യൂരിറ്റി അവിടെ എത്തിയിരിക്കും. ഡയറക്റ്റ് ട്രാൻസ്ഫർ ആണ്. അതായത് അവർക്ക് വേണ്ട ഡ്രസ്സ് വാങ്ങാനും അത് വാങ്ങാനും വേറെ ഫണ്ടും വരും. ഇപ്പം ഈ പറയുന്ന പോലെ ചാരിറ്റി എന്നുള്ള ഫണ്ടുകളൊക്കെ വരും. എന്നാലും ഗവൺമെന്റ് ഡയറക്റ്റ് ഫണ്ട് ചെയ്യും. ഇപ്പം ഈ ഒരു ഇതിനാണെങ്കിൽ ചിലപ്പോൾ 10,000 ആയിരിക്കും കൊടുക്കേണ്ടത്. അവർക്ക് വേണ്ട വസ്ത്രം, ഫുഡ്, ഇത് പിന്നെ അക്കോമഡേഷൻ എടുക്കാനുള്ള സൗകര്യം എല്ലാം ഓരോ ഇൻഡിവിജ്വൽ ഏൽപ്പിച്ചേക്കും. നിങ്ങൾക്ക് പോയി സ്ഥലത്ത് അക്കോമഡേഷൻ എടുക്കാം, വീടുണ്ടോ നിങ്ങൾക്ക് എടുക്കാം. ആ ഫണ്ട് ഗവൺമെന്റ് ചെയ്യും. എന്നിട്ട് അത് കാലഘട്ടത്തിൽ പിന്നെ ഒരു ചിലപ്പോൾ തിരിച്ചു വാങ്ങുന്നതായിട്ട് എനിക്ക് അറിയത്തില്ല, ആ ഒരു കാലഘട്ടത്തിലേ കൊടുക്കും. അത് അങ്ങനെയാണ് ഏത് കൺട്രി ചെയ്യുന്നത്? അതുവഴിയും ജോബ് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ? ഇതെന്ത് ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ എല്ലാം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് ജനം മനസ്സിലാക്കുന്നില്ല? എനിക്ക് തോന്നുന്നു രവി പിള്ളയുടെ മകന്റെ കല്യാണത്തിന് ഏകദേശം 2005 ഒരു മുൻ മുഖ്യമന്ത്രി അതിനെ വിമർശിച്ചിരുന്നു. ഞാൻ എൻ്റെ ഭാര്യയോട് പറയണ്ടായി, അദ്ദേഹം 2,500 എത്രയും കോടി ചെലവാക്കും. ഇപ്പൊ അംബാനി കല്യാണം നടന്നതുപോലെ ആയിക്കോട്ടെ, 5,000 കോടി 10,000 കോടി ആവട്ടെ, എത്ര പേർക്ക് തൊഴിൽ കിട്ടി? മണി ഫ്ലോ നടന്നില്ലേ? കാര്യം അയാളുടെ ആർഭാടമാണ്. അത് ഒരു ഭാഗത്ത് നമുക്ക് പറയാം, അത് വേണോന്ന് ചോദിച്ചാൽ വേണോ. നമ്മുടെ മുൻ മുഖ്യമന്ത്രി എന്നെതിരെ വിമർശനം ഉയർത്തിയായിരുന്നു. സത്യത്തിൽ അവിടെ പന്തലുകാർക്ക് കാശ് കിട്ടി, കാറ്ററിംഗുകാർക്ക് കാശ് കിട്ടി, ഓട്ടോറിക്ഷക്കാർക്ക് കാശ് കിട്ടി, നാനാതുറയിലുള്ള ആളുകൾക്ക് കാശ് കിട്ടി. അതെന്താ നമ്മൾ അതിനെതിരായിട്ട് നിൽക്കുന്നത്? ക്യാപിറ്റലിസം എല്ലാം ആണോ? അല്ല, അത് നമ്മളെ ചില ചിന്താഗതിന്റെ കുഴപ്പം കൂടി ഉണ്ടായില്ല. അത് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ പ്രശ്നം.